കൊട്ടാരക്കരയിൽ മലബാർ മാഗസിൻ ഷൂട്ടിങ്ങിന് എത്തിയപ്പോൾ കനത്ത മഴയായതുകൊണ്ട് അല്പസമയം വിശ്രമിക്കേണ്ടി വന്നു. നഗരമധ്യത്തിലുള്ള മലങ്കര ബേക്കറിയിൽ ഞങ്ങളുടെ പ്രവർത്തകർ കയറിയിരിക്കുകയും ബേക്കറിക്കകത്തെ ചെറിയ കോഫി ഷോപ്പിലിരുന്ന് മഴയത്ത് വാഹനങ്ങൾ നീങ്ങുന്നത് നിരീക്ഷിക്കുകയും ചെയ്തു. ഈ റെസ്റ്റോറൻറ്റിലെ കാപ്പിയും കട്ട്ലറ്റും കഴിക്കുവാനുള്ള അവസരവും ഞങ്ങൾക്ക് ലഭിച്ചു. കേരളത്തിലെ ഏറ്റവും മികച്ച KSRTC ബസ് സ്റ്റേഷനുകളിൽ ഒന്ന് കൊട്ടാരക്കരയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ ഡീലക്സ്, AC, ലോ ഫ്ലോർ എന്നിങ്ങനെ എല്ലാ ബസ്സുകളും കൊട്ടാരക്കരയിലേക്ക് സർവീസ് നടത്തുന്നു. കോയമ്പത്തൂരായാലും തെൻകാശിയായാലും ചെങ്കോട്ടയായാലും കൊട്ടാരക്കര ബസ്സുകൾ കിട്ടാൻ എളുപ്പമുണ്ട്. മൂകാംബികയിലേക്കും ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും മധുരയിലേക്കും കന്യാകുമാരിയിലേക്കും ഇവിടെ നിന്ന് നേരിട്ട് ബസ് സർവീസുണ്ട്. കേരളത്തിൽ KSRTCക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഡിപ്പോകളിൽ ഒന്നായി കൊട്ടാരക്കര അറിയപ്പെടുന്നു. വളരെയധികം സ്ഥല സൗകര്യമുള്ള KSRTC കൊട്ടാരക്കര ഡിപ്പോയിൽ 3 വരികളിലായി ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ധാരാളം ഫുഡ് സ്റ്റോൾസും ഇവിടെയുണ്ട്. മൈസൂരിലെ പോലെ 2 ഭാഗത്തും വെയിറ്റിംഗ് ഷെൽട്ടറുകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊട്ടാരക്കരയിലെ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനപ്പെട്ട വണ്ടികൾ എത്തിച്ചേരാത്തത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും യാത്രയ്ക്ക് വേണ്ടി ബസ്സുകളെ ആശ്രയിക്കുന്നത്. കൊല്ലം ചെങ്കോട്ട ബൈലൈനിലാണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. കൊല്ലം കഴിഞ്ഞാൽ കിളിക്കൊല്ലൂറും ചന്ദനത്തോപ്പും കുണ്ടറയും കഴിഞ്ഞാൽ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. ഇവിടെ നിന്ന് ആവണേശ്വരം, പുനലൂർ, തെന്മല, ആര്യങ്കാവ്, ഭഗവതിപുരം വഴി തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേരാൻ പറ്റും. ചെന്നൈ എഗ്മൂർ കൊല്ലം ജംഗ്ഷൻ എക്സ്പ്രസ് ഇതുവഴി കടന്നു പോകുന്നു. അതുപോലെ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസും പാലരുവി എക്സ്പ്രസും ഗുരുവായൂർ മധുര എക്സ്പ്രസും കൊട്ടാരക്കര വഴി കടന്നു പോകുന്നു. കൊട്ടാരക്കരയിലെ DE ഓഫീസ് മനോഹരമായ രാജസ്ഥാനി ട്രൈബൽ പെയിൻറ്റിങ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ജോലിയെടുക്കുന്ന പെൺകുട്ടികൾ എന്ന തീമിലുള്ള ബ്രൗൺ നിറത്തിലുള്ള ഈ കലാരൂപങ്ങൾ കേരളത്തിൽ അത്രയധികം കാണാൻ പറ്റുന്നില്ലെങ്കിലും കർണാടകയുടെ പല ഭാഗങ്ങളിലും ഇവ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലെ നാഗസന്ദ്ര മെട്രോ സ്റ്റേഷൻ്റെ ചുമരുകൾ അലങ്കരിച്ചിട്ടുള്ളത് രാജസ്ഥാനി ട്രൈബൽ പെയിൻറ്റിങ്ങുകൾ കൊണ്ടാണ്. കൊട്ടാരക്കരയിൽ ഒരു മിനി സിവിൽ സ്റ്റേഷനും വലിയ പോസ്റ്റ് ഓഫീസുമുണ്ട്. അസീസിയ ഹോസ്പിറ്റലും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നിലമ്പൂർ ടീക്ക് വുഡ് ഫർണിച്ചർ ഷോറൂം ഇവിടെ കാണാൻ പറ്റും. താവളം റെസ്റ്റോറൻറ്റ് പോലെയുള്ള മികച്ച ഭക്ഷണശാലകളും ബ്ലൂ ഫ്ലെയിംസ് റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഹോട്ടലുകളും ഇവിടെയുണ്ട്. അതുപോലെ വിക്കൻസ് സൂപ്പർ മാർക്കറ്റും രാജധാനി സൂപ്പർ മാർക്കറ്റും ഇവിടെയുണ്ട്. അറിയപ്പെടുന്ന അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊട്ടാരക്കരയിലുണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുമുണ്ട്. ജവഹർ നവോദയ വിദ്യാലയവും കൊട്ടാരക്കരയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജും ഇവിടെയുണ്ട്. കൊല്ലം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും താലൂക്ക് ആസ്ഥാനവുമാണ് കൊട്ടാരക്കര. കൊല്ലത്ത് നിന്നും 27 കിലോമീറ്റർ ദൂരമുണ്ട്. പണ്ടുകാലത്ത് ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ ഒരു ബ്രാഞ്ച് കിങ്ഡമായിരുന്നു കൊട്ടാരക്കര. കഥകളിയുടെ ഉത്ഭവസ്ഥാനമെന്ന നിലയ്ക്ക് കൊട്ടാരക്കരയ്ക്ക് വമ്പിച്ച സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ധാരാളം കൊട്ടാരങ്ങളുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് കൊട്ടാരക്കര എന്ന പേര് ഈ പട്ടണത്തിന് നൽകുവാൻ കാരണം. 6 പഞ്ചായത്തുകൾ കൊട്ടാരക്കര താലൂക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ധാരാളം ചെറിയ പട്ടണങ്ങൾ കൊട്ടാരക്കരയെ ആശ്രയിച്ച് നിലകൊള്ളുന്നുണ്ട്. ശ്രീ KN ബാലഗോപാലാണ് ഇപ്പോൾ കൊട്ടാരക്കരയിലെ MLA. അനേകം പ്രശസ്ത വ്യക്തികൾ കൊട്ടാരക്കരക്കാരായി അറിയപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവ് വെളിയം ഭാർഗവനും സിനിമാ നടൻ ബോബി കൊട്ടാരക്കരയും മന്ത്രി KB ഗണേഷ് കുമാറും നടൻ ശ്രീധരൻ നായരും മുൻ മന്ത്രി ബാലകൃഷ്ണപിള്ളയും MLA ആയിഷ പോറ്റിയും നടൻ സായികുമാറും കൊട്ടാരക്കര സ്വദേശികളാണ്. മികച്ച ലോഡ്ജുകളും ടൂറിസ്റ്റ് ഹോമുകളും കൊട്ടാരക്കരയിലുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് അമ്പലക്കര റീജൻസി 2500 രൂപയ്ക്ക് മികച്ച മുറികൾ കൊടുക്കുന്നു.